പല വിദ്യാർത്ഥികളുടെയും സംശയമാണ്, രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനാണോ അതോ നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനാണോ ആദ്യം വരിക എന്ന്. ഇപ്പോൾ മെയ് മാസമായല്ലോ, ഒരു മാസത്തിനുള്ളിൽ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഡീറ്റെയിൽ ടൈം ടേബിൾ വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ജൂണിൽ തന്നെ നിങ്ങളുടെ പരീക്ഷകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അറിവുകൾ. അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഇനി മാറ്റം ജൂലൈക്ക് ആക്കുമെന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട എന്ന് തന്നെയാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ടും നമ്മുടെ പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ നമുക്കിട്ട് പണികൾ വരുമെന്നും നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നു. നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ ഒരു പടി മുന്നോട്ട് പോയാൽ മാത്രമാണ് ജയിക്കുകയുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നാലാം സെമസ്റ്റർ പരീക്ഷയാണോ രണ്ടാം സെമസ്റ്റർ പരീക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കായിരിക്കും കൂടുതൽ സാധ്യത. പല വിദ്യാർത്ഥികളും ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം നാലാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്ന പല വിദ്യാർത്ഥികൾക്കും രണ്ടാം സെമസ്റ്ററിൽ സപ്ലിമെൻ്ററിയോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനോ എഴുതാനുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഗ്യാപ്പ് കുറവാണ്. ഏതിനെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്താൽ കുറച്ചുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, നാലാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷമാവാം രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഉണ്ടാവുക. കഴിഞ്ഞ വട്ടം ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ലേറ്റായിട്ടാണ് വന്നത്. കൂടാതെ ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 4 ഇയർ UG പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളെ കുറിച്ച് നോക്കേണ്ടി വരും. ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരാനാണ് സാധ്യത. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. 2 സെമസ്റ്റർ പരീക്ഷകളും എഴുതേണ്ട വിദ്യാർത്ഥികൾ കുറച്ചും കൂടി പ്രീ പ്ലാൻ ചെയ്ത് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഒരു സെമസ്റ്റർ പരീക്ഷ മാത്രമുള്ളവർക്ക് കുറച്ചും കൂടി സമയം കിട്ടും, അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. 2 സെമസ്റ്റർ പരീക്ഷ ഉള്ളവർക്ക് അടുപ്പിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സെമസ്റ്റർ കഴിഞ്ഞ അടുത്ത സെമസ്റ്ററിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ കിടക്കുന്ന കാര്യം നമുക്ക് പലപ്പോഴും അറിയില്ല. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. പരീക്ഷ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തോടു കൂടി ബാക്കി പല കാര്യങ്ങളിലും നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ആ സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക. 2 സെമസ്റ്റർ പരീക്ഷകളും എഴുതേണ്ട വിദ്യാർത്ഥികൾ നേരത്തെ കൂട്ടി സിലബസും നോട്ട്സും എല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാലിക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നിടവിട്ട് എക്സാം ഉണ്ടാവും. അതുപോലെ തന്നെ സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സെമസ്റ്റർ പരീക്ഷ കഴിയുന്ന തൊട്ട ദിവസം തന്നെ ചിലപ്പോൾ അടുത്ത സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.